ഹലോ ഗൈസ്, ഇതിൻ്റെ ക്യാമറമാൻ വളരെ വളരെ മടിയനാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് കറിയാണ് കേട്ടോ. അപ്പോൾ എഗ്ഗിൻ്റെ കൂടെ ദോശേൻ്റെ കൂടെയാണ് നമ്മൾ എഗ്ഗ് കറി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എഗ്ഗ് കറിയാണ്. അപ്പം നല്ല ചൂടുള്ള ദോശ ഒരു സൈഡിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇവിടെ ഇങ്ങനെ ആവട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ എഗ്ഗ് ഞാനവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയും ആദ്യം എണ്ണയിൽ വഴറ്റിയെടുക്കുക. പിന്നെ ഉള്ളി, അതായത് സവാള നമ്മൾ ഒന്നല്ല രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ജീരകം ഇടാൻ മറന്നോണ്ട് ഈ ജീരകം ഇതിന് സൈഡിലിടാൻ പോട്ടോ. ഇനി അടുത്തത് മല്ലിപ്പൊടി ഇടുക. അത് ഒരു ടീസ്പൂണാണ് ഞാൻ ഇട്ടത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് ആവശ്യത്തിന് നിങ്ങൾ ഇടുക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു വിധത്തിലാണ് അതായിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ആഡ് ചെയ്യുന്നത് തക്കാളി പേസ്റ്റ്, അതായത് തക്കാളി ഞാൻ ഒരു 2 തക്കാളി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തക്കാളി ആയിരുന്നു. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് ഇതിൽ നേരെ ഞാൻ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആവണ വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതിങ്ങനെ വെന്ത് വരട്ടെ ഗൈസ്. പിന്നെ ഞാൻ തക്കാളീൻ്റെ പേസ്റ്റിൽ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറമാൻ വളരെ വളരെ മടിയനാണ്. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം വരാൻ പോകുന്നത്. ഇനി ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഞാൻ ഇങ്ങനെ ഒഴിച്ചു. ഇനി ഇത് നല്ല തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് എഗ്ഗ് മുറിച്ചത് ഇടാം. 1 2 and 3 4. വേറെ ഇനിയൊന്നും ഇതിൽ ചെയ്യാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു എഗ്ഗ് ഇതിൽ കിടന്നിങ്ങനെ വേവണം. നന്നായിട്ട് വേവൊന്നും വേണ്ട, ഒരു മിനിറ്റോളം വേവിച്ചെടുക്കുക കേട്ടോ. ഇതിൽ വെച്ചിട്ട് അങ്ങനെ കിടക്കട്ടെ എന്തായാലും. അപ്പം നമ്മളെ എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്തായാലും ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ നിങ്ങളും ഇതുപോലെ വേഗം പോയി ഒരു എഗ്ഗ് കറിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കറി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് എരിവ് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ഗൈസ്. ടാറ്റാ, ബൈ.